ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ വ ഹബീബിനാ വ ഇമാമിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇഫ്താറിൻ്റെ തുടക്കമാണിന്ന്. ഇഫ്താർ സംഗമം ഈ വർഷം മുഴുവൻ റമദാനിലെ എല്ലാ ദിവസവും നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ദിവസവും 5 മണിക്ക് ക്ലാസ് ആരംഭിച്ച് 5:45 ക്ലാസ് നിർത്തി പിന്നെ വാങ്ക് കൊടുക്കുന്നത് വരെ ചർച്ചകളും സംശയ നിവാരണങ്ങളൊക്കെയായി അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രഭാഷണ രൂപത്തിലുള്ള ക്ലാസ് അല്ല, മറിച്ച് അല്പം കൂടി ആധ്യാത്മികമായ തലത്തിൽ, ഒരു തസവുഫിയായ തലത്തിൽ ചില കാര്യങ്ങൾ പറയുന്നതിനും അതുപോലെ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ചർച്ചക്കെടുക്കണമെന്ന് വിചാരിക്കുന്നത്. അതിലൊന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ഷഹാദത്ത് കലിമ എന്നൊക്കെ സാധാരണ പറയാറുള്ള, എന്നാൽ അധികം ആർക്കും മനസ്സിലാവാത്ത എന്തോ ഒരു സത്യപ്രതിജ്ഞ പോലെ നമ്മൾ ചൊല്ലിപ്പോകുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു അമുസ്ലിമായ ആൾക്ക് മുസ്ലിമാകാൻ വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞാവാചകമാണ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ മുസ്ലിമായി. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സത്യവാങ്മൂലം, ഒരു അഫിഡവിറ്റ് ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് പൊതുവായ ഒരു ധാരണ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ തലം യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും പൂർവികരായ പ്രവാചകന്മാരുമെല്ലാം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആദർശമാണത്, ആശയമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു മഹാസത്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. എന്താണ് മഹാസത്യം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ ആകെയുള്ളത്, എപ്പോഴുമുള്ളത്, എപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്, ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ബീജമെന്തോ അതാണ്. ആദി ബീജം എന്നതിന് പറയും. എല്ലാറ്റിനും ഒരു ബീജമുണ്ട്. ഞാനായിരിക്കുന്നത് ഒരു ബീജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രപഞ്ചമായിരിക്കുന്നത് ഒരു ബീജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദി ബീജം എന്നാണ് അതിന് പറയുക. ആദി കാരണം എന്നും പറയും. അപ്പോൾ ആദി ബീജം, ആദി കാരണം എന്നൊക്കെ പറയുന്ന ആ മഹാസത്യത്തിൻ്റെ വെളിപ്പെടലാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആദി ബീജമായിരിക്കുന്നത്? പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, കുന്തു കൻസൻ മഖ്ഫിയൻ. ഞാൻ ഒരു ഗോപ്യമായ ഒന്നായിരുന്നു. അള്ളാഹു പറയുന്നതാണ്, ഞാനൊരു ഗോപ്യമായ ഒന്നായിരുന്നു. എന്നെ ആർക്കും അറിയില്ലായിരുന്നു, കാരണം ആരും ഇല്ലായിരുന്നു. ഈ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചം എന്നത് തന്നെ അവനായിരുന്നു. അള്ളാഹു അല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാനല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്വയം വെളിപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഫഖലഖ്തുൽ ഖൽഖ,
ഞാൻ സൃഷ്ടിപ്പ് ആരംഭിച്ചു. അപ്പോൾ ഈ കാണുന്ന സൃഷ്ടികളെല്ലാം ഈച്ചയായും പൂച്ചയായും മനുഷ്യനായും പുലിയായും പർവ്വതമായും കടലായും കരയായും എല്ലാം വിലസുന്നത് അവൻ അന്ന് സങ്കല്പിച്ച ആ സങ്കല്പമാണ്. ഇതാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. ഇതിന് ഭാരതീയ ഭാഷയിൽ ഭഗവാന്റെ ലീലാവിലാസം എന്ന് പറയും. ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ്. കരയായിരിക്കുന്നത്, അതിൽ കാടായിരിക്കുന്നത്, അതിൽ മരമായിരിക്കുന്നത്, മരത്തിൽ കിളിയായിരിക്കുന്നത്, എല്ലാം കടലായിരിക്കുന്നത്, കടലിൽ തിരമാലയായിരിക്കുന്നതെല്ലാം ആ മഹാസത്യത്തിൻ്റെ വെളിപ്പെടലിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അപ്പോൾ എന്താണുള്ളത്? ഉള്ളത് അവനാണ്. അവന്റെ സങ്കല്പമാണിതെല്ലാം. ഞാനും നിങ്ങളുമെല്ലാം അവന്റെ സങ്കല്പമാണ്. ഈ ദൃശ്യപ്രപഞ്ചവും അവന്റെ സങ്കല്പമാണ്. ഈ സങ്കല്പം എപ്പോഴും ഉണ്ടാവില്ല. ഒരു 50 കൊല്ലം മുമ്പ് ഞാനുണ്ടായിരുന്നില്ല, 50 കൊല്ലം കഴിഞ്ഞാലും ഞാനുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്ന നിഴല് പോലെ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇല്ലാതാകുന്നതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല. അപ്പോൾ നാശമില്ലാത്തതാണ് യഥാർത്ഥത്തിലുള്ളത്. അതാരാണ്? അത് ആ മഹാസത്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോ നിങ്ങളുടെ കൈകളിൽ, ആരുടെയെങ്കിലും കൈകളിൽ സ്വർണത്തിന്റെ മോതിരം ഉണ്ടോ? പോട്ടെ, സ്വർണത്തിന്റെ മോതിരമുണ്ട്, ശരി. പകുതി മോതിരമുണ്ട്, ആയിക്കോട്ടെ. അപ്പൊ ഈ മോതിരം, അതിൽ സത്യമായിരിക്കുന്ന ഒന്നുമുണ്ട്, ആപേക്ഷികമായിരിക്കുന്ന ഒന്നുമുണ്ട്. സത്യമായിരിക്കുന്നത് എന്താണ്? സ്വർണം, അല്ലേ? സ്വർണമാണ് സത്യമായിരിക്കുന്നത്. മോതിരമാണ് അതിൽ ആപേക്ഷികമായിരിക്കുന്നത്. ഈ മോതിരം ഉരുക്കി അതുകൊണ്ട് മാലയാക്കിയാൽ അപ്പോഴും എന്തുണ്ട്? സ്വർണമുണ്ട്, അല്ലേ? പക്ഷേ മറ്റേത് മാറിയില്ലേ? മാറി. ഇന്ന് മോതിരമായിരുന്നു, നാളെ അത് മാലയാണ്. മോതിരമായിരിക്കുമ്പോഴും മാലയായിരിക്കുമ്പോഴും മാറാത്തൊരു സത്യമുണ്ട്. അതെന്താണ്? സ്വർണം. അതിൽ മാറുന്ന സത്യം ആപേക്ഷികം. അത് മനുഷ്യൻ, കുരങ്ങ്, പുലി, ഈച്ച, പൂച്ച എന്നൊക്കെ പറയും. അപ്പോൾ സ്വർണം എന്ന അടിസ്ഥാനത്തെ സത്യമായി സങ്കല്പിക്കുക. ആ സ്വർണം കൊണ്ട് മാലയുണ്ടാക്കുന്നു, അതൊരുക്കി വളയുണ്ടാക്കുന്നു, അതൊരുക്കി മോതിരം ഉണ്ടാക്കുന്നു, അതൊരുക്കി പാദസരം ഉണ്ടാക്കുന്നു, അതൊരുക്കി മറ്റ് പലതും ഉണ്ടാക്കുന്നു, കമ്മലുണ്ടാക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ മാറുമ്പോഴും സ്വർണം എന്ന സത്യം എപ്പോഴും സത്യമായിരിക്കുന്നു. ഇതാണ് സത്യവും ആപേക്ഷികതയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മോതിരം സത്യമാണോ അല്ലേ? മോതിരം സത്യമാണോ അല്ലേ? അത് ഉപയോഗിക്കുന്ന കാലത്ത് സത്യമാണ്, അല്ലേ? പക്ഷെ അത് സ്ഥിരമായിരിക്കില്ല. സ്ഥിരമായിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? സ്വർണം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന മഹാസത്യം ദൈവം, സൃഷ്ടാവ്, അതാണ് സത്യം. ആ സത്യത്തിന്റെ വ്യത്യസ്തങ്ങളായ വെളിപ്പെടലാണ് മോതിരവും മാലയും വളയും കമ്മലും ഒക്കെയായി മാറുന്നത് എന്നതുപോലെ ഇക്കാണുന്നതെല്ലാമായി മാറുന്നത്. ഇതൊന്നും സത്യമല്ല. ഇരിക്കുമ്പോൾ സത്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ സത്യമാണ്. അല്പം കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകും, അപ്പോൾ ഇരിക്കുക എന്നുള്ളത് സത്യമായിട്ടില്ല. ഇതെല്ലാം ഇല്ലാതാകുന്നതാണ്. ഇത് ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാകുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഇതെല്ലാം നശിക്കും. നശിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാകും. ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇല്ലാതാക്കാൻ പറ്റുമോ? നമ്മുടെ ഫിസിക്സിന്റെ തിയറി അനുസരിച്ച് ഏതെങ്കിലും ഒരു എനർജിയെ ഇല്ലാതാക്കാൻ പറ്റുമോ? പിന്നെ എന്താക്കാനേ പറ്റുള്ളൂ? മാറ്റം വരുത്താനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താവുന്നു? എന്ത് സംഭവിക്കുന്നു? അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ എവിടുന്ന് വന്നു? ഇനി മറ്റൊരു തരത്തിൽ ചോദിക്കാം,
യഥാർത്ഥത്തിൽ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മളൊക്കെ എവിടുന്ന് വന്നു? നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാം, അപ്പോൾ മനസ്സിലാവും. ഈ ഫർഹാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ ഈ കൂട്ടത്തിൽ? 21 മാർച്ച് 2002 അന്നാണ് നീ ജനിച്ചത് അല്ലേ? അപ്പൊ 20-ാം തീയതി മാർച്ച് 2002 നീ എവിടെയായിരുന്നു? ഗർഭാവസ്ഥയിലായിരുന്നു. അന്ന് നീ ജനിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഭൂമിയിലേക്ക് വന്നല്ല, നീ ജനിച്ചതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ജനിച്ചിട്ടില്ലേ? അപ്പൊ ഗർഭാവസ്ഥയിൽ നീ മൃതമായിരുന്നോ? അപ്പൊ ജീവനുള്ളതിലല്ലേ ജനനം എന്ന് പറയുന്നത്. അപ്പൊ നീ ജനിച്ചിട്ടില്ലേ? അപ്പൊ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? 10 മാസം കുറച്ചാൽ കിട്ടുമോ കൃത്യമായ ഉത്തരം? അവിടെ കിട്ടുമോ? അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നത് ചില ഊഹങ്ങൾ വെച്ച് മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മളുണ്ട്. നമ്മൾ എവിടെ നിന്ന് വരുന്നു? നമ്മൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന്, അതിൻ്റെ പിറകിലേക്ക് പോയാൽ പിതാവിൽ നിന്ന്, അതിൻ്റെയും പിറകിൽ പോയാൽ പിതാമഹനിൽ നിന്ന്, അതിൻ്റെയും പിറകിൽ പോയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് നമുക്കൊരുപാട് ജന്മങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ജന്മം മാത്രമല്ല, നമ്മൾ ഈ മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ച ജന്മം മാത്രമല്ല, ഇതിനു മുൻപ് ഒരു 10,000 ജന്മങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. 10,000 അവസ്ഥാന്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ പിതാവിലേക്ക് നമ്മൾ എത്തിയൊരു വഴിയുണ്ട്. നമ്മൾ ഏതോ കാലത്ത് ഏതോ മരത്തിലെ ഒരു പൂവായിരുന്നു. പിന്നീട് ഏതോ കാലത്ത് നമ്മളൊരു വിത്തായിട്ട് ഭൂമിക്കടിയിൽ എവിടെയോ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ കാലം നമ്മളൊരു ചെടിയായിരുന്നു. പിന്നെ കുറേ കാലം നമ്മളേതോ പക്ഷിയുടെ വയറ്റിലായിരുന്നു. പിന്നെയും കുറേ കാലം നാം ഏതോ നെൽക്കതിരിലുള്ള ഒരു ധാന്യമായിരുന്നു. അങ്ങനെ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോയി ഏതോ ഒരു ഘട്ടത്തിൽ നമ്മുടെ പിതാവോ നമ്മുടെ പിതാമഹനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനോ അദ്ദേഹത്തിൻ്റെ ഉപ്പയോ ഒരു പഴം തിന്നുമ്പോൾ ആ പഴത്തിനുള്ളിലുള്ള ഒരു ചെറു ഘടകമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു. അത് അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് കൈമാറി. ആ മകൻ നമ്മുടെ ഉമ്മ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ മകനും ഉമ്മയും തമ്മിൽ ചേർന്നപ്പോൾ അങ്ങനെ കാലങ്ങളായി സഞ്ചരിച്ച് വന്ന ആ ബീജം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിതമായി. അങ്ങനെ ഈ ആകാരം ഉണ്ടായി. അപ്പോൾ ഈ ആകാരം ഉണ്ടാകുന്നതിനും എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ നമ്മൾ ഉണ്ടായിരുന്നു. പലതുമായിട്ട് നമ്മൾ കഴിഞ്ഞുപോയി. ഈ മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, നാം വരുന്നത് അനാദിയിൽ നിന്നാണ്, അനന്തതയിൽ നിന്നാണ്, ഇൻഫിനിറ്റിയിൽ നിന്നാണ്. ആ ഇൻഫിനിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് അല്ലാഹു. ഭഗവാൻ, ഈശ്വർ എന്നൊക്കെ പറയുന്നത്. ഈശ്വര അല്ലാ തേരേ നാം എന്ന് ഗാന്ധിജി പാടിയില്ലേ? അങ്ങനെ ഈശ്വരൻ്റെയും അള്ളാഹുവിൻ്റെയും ഭഗവാന്റെയും ഒക്കെ ഇതൊക്കെ നമ്മൾ പറയുന്ന പേരുകളാണ് കേട്ടോ. പുള്ളിയുടെ യഥാർത്ഥത്തിൽ പേരെന്താ? ഈ കക്ഷിയുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താ? ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ മഹാസംവിധായകന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? എന്താ? അല്ലാന്നാണോ? അല്ലാന്നാണോ? റഹ്മാൻ എന്നാണോ? റഹ്മാൻ എന്നുള്ള പേര് ഏത് ഭാഷയാ? ഏതാ ഭാഷ? അറബി ഭാഷ ഉണ്ടായിട്ട് എത്ര കൊല്ലായി? 3000 കൊല്ലായി. അതിനു മുമ്പ് പുള്ളി ഉണ്ടായിരുന്നോ? ഇല്ലേ? അപ്പൊ അതാണോ പേര്? എന്താണ് പുള്ളിയുടെ യഥാർത്ഥത്തിലുള്ള പേര്? ഈ മഹാസംവിധായകന്റെ, സൃഷ്ടാവിന്റെ, നമ്മൾ അല്ലാന്ന് പറയുന്ന ആ കക്ഷിയുടെ പേരെന്താണ്? അതിന് ഉത്തരം നൽകുന്നത് ഭാരതമാണ്. ഭാരതം പറയും അനാമികയാണ് ദൈവം. അനാമിക എന്ന് പറഞ്ഞാൽ പേരില്ലാത്തവനാണ്. ഖുർആനും അത് പറയും. ഖുർആൻ പറയും ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഖുർആൻ പേരില്ല എന്നല്ല പറയാ, എല്ലാ പേരും അവൻ്റെതാണ് എന്നാണ് പറയാ.
അത് രണ്ടും ഒന്നാ. പേരില്ല എന്ന് പറയുന്നതും ഉള്ള പേരൊക്കെ അവൻ്റെതാണെന്ന് പറയുന്നതും ഒന്നാണ്. നിങ്ങൾക്ക് മധുരമായി തോന്നുന്ന ഏതൊക്കെ പദങ്ങൾ ദുനിയാവിലുണ്ടോ അതൊക്കെയും അവൻ്റെ നാമമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഭാരതം പറയും അവൻ അനാമികയാണ്, അതോടൊപ്പം തന്നെ പറയും സഹസ്രനാമികയുമാണെന്ന് പറയും. അതുകൊണ്ടാണ് സഹസ്രനാമ യജ്ഞങ്ങളൊക്കെ നടത്തുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താണ്? അത് 3 ഘടകങ്ങൾ ചേർന്നതാണ്. അൽ ലാഹു, ഇതാണ് അൽ ലാഹു. ചില മുസ്ലിയാക്കന്മാരും മൗലവിമാരൊക്കെ പറയും അത് അൽ ഇലാഹാണെന്ന്. അതൊന്നുമല്ല. അൽ ലാഹു അത് അല്ലാത്തത് എന്നാണ്. അവൻ അല്ലാത്തത്, അത് അല്ലാത്തത്. അത് ഇത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് എവിടെയോ എന്തുണ്ടോ അതാണ് ദൈവം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഗുരു പറയുന്നു, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ 1, 2, 3, 4, 5 എന്നിങ്ങനെ എണ്ണി എണ്ണി എണ്ണാൻ പറ്റാത്തതായിട്ട് എന്തുണ്ടോ അതാണ് ദൈവം. അത് ഇത് അവൻ ഇവൻ അവൾ ഇവൾ എന്ന് പറയാൻ കഴിയാത്തതായിട്ട് എന്തുണ്ടോ അതാണ് ദൈവം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അതാണ്. അപ്പൊ അതാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അള്ളാനെ വിചാരിച്ചിരിക്കുന്നത് ഒരു പള്ളിയിൽ ഉസ്താദാണെന്നാണ്. കുറച്ച് പൈസയൊക്കെ കൊടുത്താൽ പ്രീണിതനാകുന്ന, കുറച്ച് പുകഴ്ത്തിയാൽ സംപ്രീതനാകുന്ന, നമ്മളെയൊക്കെ ഇങ്ങനെ ഭൂതക്കണ്ണട വെച്ചിങ്ങനെ നോക്കിക്കൊണ്ട് സുജൂദിൻ്റെ ചുമല് ശരിയായോ, റുക്കൂവിൻ്റെ കുനിയൽ ശരിയായോ, മുടിയുടെ നാരെവിടെയെങ്കിലും പുറത്ത് കാണുന്നുണ്ടോ, ശബ്ദത്തിൻ്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടോ എന്നൊക്കെ നോക്കി നമ്മുടെ പിന്നാലെ ഇങ്ങനെ വടിയുമായിട്ട് നടക്കുന്നൊരു ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ വലിയ പള്ളിയിലൊരു ഉസ്താദ്, അല്ലെങ്കിൽ നരകമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു രക്ഷസ്. ഇങ്ങനെയാണ് പടച്ചവനെ കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആകാശത്തിൽ എവിടെയോ ഇരിക്കുന്ന, അങ്ങനെയാണ്, ആകാശത്തിലിരിക്കുന്ന, സിംഹാസനത്തിലിരിക്കുന്ന ഒരാൾ ഇറങ്ങി വരും, കയറിപ്പോകും, ചിരിക്കും, കരയും, സങ്കടപ്പെടും, സന്തോഷിക്കും. ഈ മാനുഷിക വികാരങ്ങളൊക്കെ ഉള്ളവൻ. ഇതാണ് ദൈവം. ഇതെല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മാത്രം കുഴപ്പമൊന്നുമല്ല. ഏത് മതവും ദൈവത്തെ പഠിപ്പിക്കുന്നത് അവരുടെ കുലദൈവം എന്ന നിലക്കാണ്. ഒരു വ്യത്യാസമില്ല. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന് ഒരു പേര് നൽകാമെങ്കിൽ, ലോകത്ത് അങ്ങനെയൊരു പേര് ആരെങ്കിലും അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമം സ്നേഹം എന്നാണ്. സ്നേഹം. അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പേര് പടച്ചവന്, അള്ളാഹുവിന് നൽകാൻ കഴിയില്ല. സ്നേഹമാണ്. കാരണം ആ മഹാസ്നേഹത്തിൻ്റെ വൃത്തത്തിലാണ്, ആ മഹാസ്നേഹത്തിൻ്റെ കാന്തിക വലയത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗ്രാവിറ്റി പോലെ, ഭൂഗുരുത്വാകർഷണം പോലെ ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയ അണുവ് മുതൽ എല്ലാ വലിയത് വരെയുള്ള എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ ആകർഷിച്ച് നിർത്തിയിരിക്കുന്നു. ആ മഹാശക്തിയെക്കുറിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അത് ഒരു ചെറിയ പ്രതിഭാസമല്ല. അവൻ എവിടെയാണ് നിലകൊള്ളുന്നത്? അത് രണ്ടാമത്തെ ചോദ്യമാണ്. അവൻ്റെ പേരെന്താണെന്ന് നമ്മൾ ചോദിച്ചു. അവന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരും ഇല്ല എന്ന് മനസ്സിലാക്കി. പേരില്ല. അപ്പം അല്ലാഹ് എന്ന് പറയുന്നത് പേരുകളിൽ ഒരു പേര് മാത്രമാണ്. അറബി ഭാഷയിലുള്ള പേരാണ്. ഉണ്ടായിട്ട് 3000 വർഷമേ ആയിട്ടുള്ളൂ. റഹ്മാൻ ആയാലും റഹീം ആയാലും ഒക്കെ അങ്ങനെ തന്നെ. അതിനു മുമ്പ് സംസ്കൃതത്തിൽ ദൈവമെന്ന് വിളിച്ചിരുന്നു, ദേവനെന്ന് വിളിച്ചിരുന്നു, ഇന്ദ്രനെന്ന് വിളിച്ചിരുന്നു, ഭഗവാൻ എന്ന് വിളിച്ചിരുന്നു. അതിനു മുമ്പ് തമിഴിൽ ആണ്ടവർ എന്ന് വിളിച്ചിരുന്നു, ആണ്ടവൻ എന്ന് വിളിച്ചിരുന്നു.
അതിനു മുമ്പ് പേർഷ്യയിൽ ഹുദ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ പല പല ഭാഷകളിൽ പലതായിട്ടും പണ്ടേ വിളിച്ചിരുന്നു. പക്ഷേ ഈ പേരുള്ളവനൊന്നുമല്ല അവൻ, ആ പേരൊന്നും ഇല്ലാത്തവനാണ്, ആ പേരുകൾക്കൊക്കെ ഉപരിയായി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് പേരിൽ തർക്കിക്കണ്ട. നമ്മുടെ അകമ്പൊരുളിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുള്ള ഏറ്റവും വലിയ ആക്ഷേപം നമ്മൾ ദൈവം എന്ന് പറഞ്ഞു കളഞ്ഞു എന്നാണ്. ദൈവം എന്ന് പറഞ്ഞു കളഞ്ഞു. പിന്നെ എന്താണ് പറയേണ്ടത്? അള്ളാഹ് എന്ന് പറയണം. ഈ മനുഷ്യന്മാർക്ക് എപ്പോഴാണ് ബുദ്ധി ഉണരുക എന്നുള്ളതാണ്. അള്ളാഹിനേക്കാളും പഴക്കമുണ്ട് ദൈവത്തിന്. അള്ളാഹ് 3000 വർഷമായിട്ടുള്ളൂ, ദൈവം 7000 വർഷമായി. 10,000 വർഷമായി ആണ്ടവന്, 13,000 വർഷമായി ഖുദാക്ക്. ഇവർക്കുണ്ടോ ലോകം തിരിഞ്ഞിട്ട്? അതിൽ താരതമ്യേന പുതിയ ദൈവം ഗോഡാണ്. ഇംഗ്ലീഷ് ഭാഷ താരതമ്യേന പുതിയ ഭാഷയായതുകൊണ്ട് ഗോഡ് എന്നുള്ള വാക്ക് താരതമ്യേന പുതിയതാണെന്ന് പറയാം. ഇതെല്ലാം ആ മഹാദൈവത്തെ സൂചിപ്പിക്കുന്ന സൂചകങ്ങൾ മാത്രമാണ്, ഒന്നും അത്യന്തികമായ ശബ്ദങ്ങളല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫദ്ഉഹു ബിഹാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ. അല്ലാഹ് എന്ന് വിളിക്കാം, റഹ്മാൻ എന്ന് വിളിക്കാം, മധുരം എന്ന് വിളിക്കാം, കരളേന്ന് വിളിക്കാം, പൊന്നേന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത്, ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട്, പ്രഭോ ഞാൻ അങ്ങയെ എന്ത് വിളിക്കണം? കൂട്ടുകാരനെന്ന് വിളിച്ചോട്ടെ. ടാഗോർ പറയുന്നുണ്ട് കൂട്ടുകാരനെന്ന് വിളിച്ചോട്ടെ. ടാഗോറിനെ വായിക്കണം. നിങ്ങൾ ഖുർആൻ വായിക്കുന്നതോടൊപ്പം, നിങ്ങൾ ബൈബിൾ വായിക്കുന്നതോടൊപ്പം ടാഗോറിന്റെ ഗീതാഞ്ജലി വായിക്കണം. ഇത്രമേൽ മനോഹരമായി ദൈവത്തെ ആവിഷ്കരിച്ച മറ്റൊരു കാവ്യം കാണാൻ കഴിയില്ല. ടാഗോറിനെ മറന്നുകൊണ്ടൊന്നും ഒരു സൂഫിസവും മുന്നോട്ട് പോകില്ല. ടാഗോറിനെ പോലെ ഒരു സൂഫി ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടുമില്ല. നമ്മൾ വിചാരിക്കുന്നത് വലിയ താടി വെച്ചാലേ സൂഫി ആവുന്നുള്ളതാണ്. ടാഗോറിന് താടിയുണ്ട്. ഇത്രമേൽ തീക്ഷ്ണമായി, ഇത്രമേൽ മനോഹരമായി, ഇത്രമേൽ പ്രണയാർദ്രമായി ദൈവത്തെ വിളിച്ച മറ്റൊരാൾ ഭാരതത്തിലുണ്ടായിട്ടില്ല. ആ മനോഹാരിതയിലാണ് യഥാർത്ഥത്തിൽ ടാഗോറിന്റെ ഗീതാഞ്ജലി വിരിഞ്ഞത്. അപ്പോൾ നമുക്ക് ദൈവത്തെ സുഹൃത്തെ എന്ന് വിളിക്കാം, എൻ്റെ പ്രിയപ്പെട്ടവനെ എന്ന് വിളിക്കാം, പ്രഭു എന്ന് വിളിക്കാം. റബ്ബന എന്ന വാക്കിന്റെ അർത്ഥം പ്രഭു എന്നാണ്. പ്രഭു എന്ന് വിളിക്കാം, മൈ ലോർഡ്. ഇങ്ങനെ ഈ അർത്ഥത്തിൽ നാമമില്ലാത്ത ആ മഹാതമ്പുരാനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം വിളിക്കാം. ഏത് വിളിക്കപ്പുറത്തും അവനുണ്ട്. ഇനി ചോദിക്കേണ്ടത്, അവൻ എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് ഈ പൊന്നുതമ്പുരാൻ വസിക്കുന്നത്? എവിടെയാണ് അവൻ വസിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും അവൻ ഇരിക്കുന്നു. ഓംനി പ്രസന്റ് ആണ്, എവിടെയും ഇരിക്കുന്നു, സർവവ്യാപിയാണ്. വാസിഉൻ അലീം. ഖുർആൻ പറയുന്നു അവൻ സർവവ്യാപിയാണ്, ആകാശത്തിലല്ല, ഭൂമിയിലല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ കാണാൻ ആകാശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നത്. പ്രവാചകൻ അള്ളാഹുവിനെ കാണാൻ ആകാശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകനാകൂല. കാരണം ആ പ്രവാചകൻ വസിക്കുന്നത് അള്ളാഹുവിലാണ്. അള്ളാഹുവിലാണ് വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വസിക്കുന്നത് അള്ളാഹുവിലാണ്, ആ മഹാശക്തിയിലാണ്, ആ വാത്സല്യത്തിലും സ്നേഹത്തിലും പ്രേമത്തിലും പ്രണയത്തിലുമാണ്. അവനെ കാണാൻ എന്തിന് ആകാശത്ത് പോകണം? ഞാൻ എന്നെ കാണാൻ എന്തിന് ആകാശത്ത് പോകണം? പ്രവാചകനിൽ നിന്ന് വേറിട്ടൊരു വ്യക്തിത്വമാണോ അള്ളാഹു? പ്രവാചകനിൽ നിന്ന് ഭിന്നമായിരിക്കുന്നവനാണോ അള്ളാഹു? ആകാശത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറി എവിടെ പോകണം? മേറാജ് പോയിട്ടുണ്ട്. അത് ഈ നമ്മൾ പറയുന്ന പൈങ്കിളി കഥയിലെ മേറാജല്ല, നമ്മൾ പറയുന്ന മായാവി കഥയിലെ മേറാജല്ല. അതൊരു മറ്റൊരു മേറാജാണ്. അത് നമുക്കൊക്കെ ഉണ്ട് ആ മേറാജ്, നമുക്കൊക്കെ പോകാൻ കഴിയും ആ മേറാജ്. ആ മേറാജ് മുഹമ്മദ് നബിയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ മായാവി കഥയിലെ മേറാജിലേക്ക് മുഹമ്മദ് നബിക്ക് പോകാൻ കഴിയില്ല. കാരണം മുഹമ്മദ് നബി എന്തിന് അള്ളാഹുവിനെ കാണാൻ അകലങ്ങളിലേക്ക് പോകണം?
ഇരുന്നിടത്തല്ലേ അവൻ, നിൽക്കുന്നിടത്തല്ലേ അവൻ, കിടക്കുന്നിടത്തല്ലേ നിങ്ങൾ ഇരുന്നും കിടന്നും ചെരിഞ്ഞു കിടന്നും ഒക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഖിബില. നമ്മുടെ ഖിബില എവിടെയോ അല്ല, നമ്മുടെ ഖിബില നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലാണ് ഖിബില ഇരിക്കുന്നത്, അവിടെയാണ് അവൻ ഇരിക്കുന്നത്. അപ്പൊ അവന്റെ വാസം എവിടെയാണ്? വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. സൂറ ബഖറയിൽ ആയത്തിൽ കുർസിയിൽ പറയുന്നു വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും വിശാലമായ ഒരു പ്രതലത്തിലാണ് അവന്റെ സിംഹാസനം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ആകാശത്തെക്കാളും ഭൂമിയേക്കാളും വിശാലമായൊരു സ്ഥലമുണ്ടോ? കാരണം എവിടെയൊക്കെ വിശാലതയുണ്ടോ അതൊക്കെ ആകാശമാണ്. നിങ്ങൾ എവിടെയൊക്കെ പറക്കുന്നു അതൊക്കെ ആകാശമാണ്. ആകാശത്തിന് പുറത്തെത്താൻ ഒരാൾക്ക് കഴിയില്ല. അപ്പോൾ ആകാശത്തെക്കാളും വലിയൊരു പ്രതലമുണ്ടത്രേ അള്ളാഹുവിന്റെ സിംഹാസനം വെക്കാൻ. അതെവിടെയാണ്? അത് ഖൽബുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഹൃദയമാണ് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ആരൂഢ സ്ഥാനമായിരിക്കുന്നത്. അവിടെയാണ് ആ പ്രതിഷ്ഠയുള്ളത്. അതാണ് മസ്ജിദ്, അതാണ് അമ്പലം, അതാണ് ചർച്ച്, അതാണ് ഗുരുദ്വാര, അതാണ് ഖുർആൻ, അതാണ് പീഠഭൂമി, അതാണ് അർശ്. മനുഷ്യന്റെ മനസ്സാണ് അള്ളാഹുവിന്റെ പ്രതിഷ്ഠാവാസസ്ഥലം. അവിടെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പള്ളി നന്നാക്കാൻ പോകും. പള്ളിയിൽ നിന്നൊരു കരടെടുത്ത് പുറത്തിട്ടാൽ 80,000 കൂലി. ഈ കരടൊക്കെ ഇരിക്കുന്നത് ഇവന്റെ ഉള്ളിലാണ്. ഈ ഉള്ളിലാണ് ഉള്ളാണ് നന്നാവാത്തത്. അതിനകത്താണ് എല്ലാ കച്ചറയിരിക്കുന്നത്. അസൂയയുടെ, അഹങ്കാരത്തിന്റെ, ആർത്തിയുടെ, താൻപോരിമയുടെ, അജ്ഞതയുടെ, എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ഇരിക്കുന്ന ഏറ്റവും മലിനമായ സ്ഥലമാണ് മനസ്സ്. ആ മനസ്സ് അവിടെ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് വൃത്തിയാക്കാതെ നമ്മൾ പള്ളി വൃത്തിയാക്കാൻ പോകും, വീട് വൃത്തിയാക്കാൻ വരും. ഇതവിടെ കിടക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വാസസ്ഥാനം ഏതെന്ന് നമ്മൾ മറന്നുപോയി. മിർസ ഗാലിബിൻ്റെ ഒരു വരി കവിത എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം ഒരു കുപ്പി മദ്യവുമായി, മദ്യത്തിൻ്റെ പാത്രവുമായി പള്ളിയുടെ മെഹ്റാബിലേക്ക് പോയി. അങ്ങനെ മെഹ്റാബിൽ ഇരുന്ന് അദ്ദേഹം ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് മദ്യപിക്കാൻ ഈ പാത്രത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് മദ്യം ഇങ്ങനെ പകർന്നു. അപ്പം മുല്ലാക്ക വന്നിട്ട് പറഞ്ഞു, അല്ല ഗാലിബ്, ഇത് പള്ളിയല്ലേ, വിശുദ്ധ സ്ഥലമല്ലേ, ഇവിടെ വെച്ചാണോ മദ്യപിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹേ മുല്ല, ദൈവം കാണാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലം എന്നോട് പറഞ്ഞു തരൂ, ഞാൻ അവിടെ പോയി മദ്യപിക്കാം. ഇതിനേക്കാളും മഹത്തായിട്ട് എങ്ങനെയാ പറയാ? ദൈവം കാണാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലം എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ അവിടെ പോയി മദ്യപിക്കാം. എന്ന് വെച്ചാൽ ദൈവമില്ലാത്ത ഒരേ ഒരു സ്ഥലം ഈ മെഹ്റാബാണ് എന്നാണ്. ഇങ്ങനെയാണ് ദൈവം കുടിയൊഴിഞ്ഞു പോയിരിക്കുന്നു മെഹ്റാബുകളിൽ നിന്നും. അത് വെറും കെട്ടിടങ്ങളല്ലേ? അടികലശലിന്റെ, കേസുകൂട്ടത്തിന്റെ, തല്ലുമാലയുടെ സ്ഥലം. എന്തെങ്കിലും ചൈതന്യമുണ്ടോ പള്ളികൾക്ക്? എന്തെങ്കിലും ചൈതന്യമുണ്ടോ ഇന്നത്തെ ദേവാലയങ്ങൾക്ക്? പോയാൽ വല്ലതും തോന്നുമോ? കുറ്റവാളികളുടെ വാസസ്ഥലം എന്ന് പറയുന്നത് പോലെ പിശാചിന്റെ വാസസ്ഥലമല്ലേ അത്? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പറഞ്ഞു വരുന്നത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, വമസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. സന്മാർഗശൂന്യമായ കെട്ടിടങ്ങൾ മാത്രമായി പള്ളികൾ മാറുന്നൊരു കാലമുണ്ട്. സന്മാർഗശൂന്യമായ കെട്ടിടങ്ങൾ മാത്രമായി പള്ളികൾ മാറുന്നൊരു കാലം. അവിടെ നിന്ന് സന്മാർഗത്തിന്റെ ശബ്ദമല്ല, പാരസ്പര്യത്തിന്റെ ശബ്ദമല്ല, ശാസ്ത്രവത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് വരിക. അവൻ ശത്രു, അവനെ കൊല്ലണം. ഇവൻ ശത്രു, ഇവനോട് മിണ്ടരുത്. അവനെ പുറത്താക്കണം, ഇവൻ അകത്താക്കണം. ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നതിൻ്റെയും ശാസ്ത്രവത്തിൻ്റെയും ശബ്ദങ്ങൾ മുഴങ്ങുന്ന വെറും ഇഷ്ടിക കൂട്ടങ്ങളായി ദേവാലയങ്ങൾ മാറുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതല്ലേ സംഭവിക്കുന്നത്? ആധ്യാത്മികതയില്ലാത്ത, ആർദ്രതയില്ലാത്ത വെറും കരിങ്കൽ കൂനകളായി ദേവാലയങ്ങൾ മാറി. അപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്, മനസ്സാണ്. ഈ മനസ്സിലാണ് അവൻ വസിക്കുന്നത്. അവൻ വസിക്കേണ്ടതും അവിടെ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ അറിയുമ്പോഴാണ് നാം ഈ ദൈവത്തെ, ഇനി എവിടെയാണ് നാം ദൈവത്തെ കാണേണ്ടത്, അന്വേഷിക്കേണ്ടത്. നമുക്ക് അനുഭവപ്പെടണമല്ലോ, ഞാനിവിടെ ഇരിക്കുന്നു, ദൈവം എൻ്റെ മനസ്സിലിരിക്കുന്നു.
എങ്ങനെയാണ് ഞാനും അദ്ദേഹവും തമ്മിൽ, അദ്ദേഹം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുപയോഗിക്കുന്ന അർത്ഥത്തിലല്ല, അവൻ എന്ന അർത്ഥത്തിലാണ്. ഈ അവനെന്ന് പറയുമ്പോഴും പ്രശ്നമുണ്ട് കേട്ടോ. ഈ അവനെന്ന് പറയുന്നത് പുല്ലിംഗമാണല്ലോ, അല്ലേ? അവനെന്ന് പറയുന്നത് പുല്ലിംഗമാണ്. ദൈവം പുരുഷനാണോ? ദൈവം പുരുഷനാണോ? ആണോ? പുരുഷനല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെന്ന് പറയുന്നത്? അവളെന്ന് പറഞ്ഞൂടെ? അവളെന്ന് പറയാമോ ദൈവത്തെക്കുറിച്ച്? അവനെന്നേ പറയാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പറയല്? അവൻ ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അവൾ ഏകനാകുന്നു, ഏകയാകുന്നു. അങ്ങനെ അർത്ഥം വെച്ചാൽ നിങ്ങൾ എന്നെ അടിച്ചോടിക്കൂലേ? അവൾ, ദൈവം അവനാണോ പുരുഷനാണോ? പുരുഷനല്ലെങ്കിൽ പിന്നെ അവളല്ലേ, സ്ത്രീയല്ലേ? അപ്പൊ അവളെന്ന് വിളിക്കാവോ? ഉബൈദേ, അവനാണോ അവളാണോ? ദൈവത്തെ എപ്പോഴും പുരുഷനായി കാണാനാണ് മതങ്ങൾക്ക് താല്പര്യം. എന്നാൽ ഭാരതം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴി സ്വീകരിച്ചു. അമ്മേ മഹാമായേ എന്ന് വിളിച്ചു. ഒരു ഘട്ടത്തിൽ ദേവീ സ്തോത്രങ്ങൾ എഴുതി ദൈവത്തിന് ഒരു സ്ത്രൈണത കൽപ്പിച്ചു നൽകി ഭാരതം. പിന്നെ ഉണ്ടായത് ഗ്രീക്കിലുണ്ടായി. പിന്നെ ഉള്ളത് സൂഫികളിലാണ്. ലൈലാന്റെ സുഗന്ധത്തെക്കുറിച്ച് പാടിയിട്ട് അയ്യോ ഇപ്പം നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ദൈവം ലൈലയാണ് എന്ന് സങ്കല്പിച്ചപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, അല്ലേ? ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ള പാട്ടിൽ ലൈലാന്റെ സുഗന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ദൈവത്തെ ലൈലയാക്കി എന്നുള്ളതാണ് ആക്ഷേപം. സൂഫികൾ അവളെന്ന് പറയും. ഈ അവനെന്ന് പറയുന്നതും അവളെന്ന് പറയുന്നതും സ്ത്രീ പുരുഷൻ എന്ന അർത്ഥത്തിലൊന്നല്ല. ദൈവത്തെക്കുറിച്ചാകുമ്പോൾ അവൻ എന്ന് പറയാം, പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് അവൻ പുരുഷനല്ല എന്നാണ്. അവളെന്നും പറയാം, പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ സ്ത്രീയല്ല എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. ദൈവത്തിന് അവൻ എന്നതിനേക്കാൾ കൂടുതൽ ചേരുക അവളെന്ന് തന്നെയാണ്. മാതൃത്വത്തോളം ഒരു പിതൃത്വവും വരില്ല. മാതൃത്വത്തിൻ്റെ ആഴത്തിൽ വാത്സല്യത്തെ നിർവചിക്കാൻ മറ്റൊരു വാക്കിനും സാധ്യമല്ല. ഉമ്മ എന്ന് പറയുന്ന ആർദ്രതയുടെ 7 അയലത്ത് ഉപ്പ എന്ന് പറയുന്ന ശൗര്യത്തിനുണ്ടാവില്ല. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മാതൃത്വത്തെയും സ്നേഹത്തെയും കരുതലിനെയും തലോടലിനെയും ഉൾക്കൊള്ളാൻ ഉമ്മയ്ക്ക് അവൾക്കാണ് സാധിക്കുക, അവനുള്ളതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ദൈവത്തെ മാതൃഭാവത്തിൽ കാണാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. മാതൃഭാവത്തിൽ കാണാനാണ്. എൻ്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്ന് പറയുന്നത് പോലെയല്ല എൻ്റെ ഉപ്പയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്ന് പറയുന്നത്. ദൈവത്തിന് ഒരു ഭാവമുണ്ടെങ്കിൽ അത് മാതൃഭാവമാണ്. നിങ്ങൾ കണ്ടില്ലേ, ചുമരിൽ തലയടിച്ചിട്ട് ബോധം കെട്ട് കിടക്കുന്ന ആ ഉമ്മ ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ നിലത്ത് വീണതാണെന്ന് പറഞ്ഞില്ലേ? തൻ്റെ മകനെ വിട്ടുകൊടുക്കാൻ ഒരു ഉമ്മയും തയ്യാറാവില്ല. ആ ഉമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള കരുതലിൻ്റെ കോടിക്കണക്കിന് ഇരട്ടിയാണ് അള്ളാഹുവിന് നമ്മോടുള്ളതെങ്കിൽ അവനെ നമ്മൾ അവളെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും? അപ്പോൾ വിളിയെക്കുറിച്ച് പറയല്ല ഞാൻ, പക്ഷേ വാത്സല്യത്തിൽ, സ്നേഹത്തിൽ, കരുതലിൽ ഉമ്മയുടെ ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടാവിനുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ എങ്ങനെ നിലനിന്ന് പോരുന്നത്. പിതൃഭാവമാണെങ്കിൽ പുള്ളി ഇതൊക്കെ ഇട്ടേച്ച് തലാക്കും ചൊല്ലി പോയേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിതൃഭാവമാണ് ദൈവത്തിനെങ്കിൽ
നമ്മളൊക്കെ എന്നേ കാട്ടിലെറിഞ്ഞിപ്പോയും പുള്ളി പോയിട്ടുണ്ടാകും. മാതൃഭാവമായതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മെ തഴുകി തലോടി നിറകയിലൊരു ഉമ്മ തന്ന് നമ്മെ ഇങ്ങനെ താരാട്ടുപാടി ഉറക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് മാതൃവാത്സല്യത്തിൻ്റെ വറ്റാത്ത ഒരൊഴുക്കാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്കി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചു കാലം പറയാനുണ്ട്. അപ്പോൾ നാമമില്ലാത്ത നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഓരോ കോശങ്ങളിലും നമ്മളോടൊപ്പം നമ്മളായി വസിക്കുന്ന, നമ്മളായി തീർന്നിരിക്കുന്ന ആ മഹാസത്യത്തിൻ്റെ ഒരു ഉദ്ഘോഷണമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. എന്തും ചോദിക്കാം, നമുക്കറിയാവുന്ന പരസ്പരം പറയാം. ഞാൻ തന്നെ ഉത്തരം പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സദസ്സിൽ നിന്ന് തന്നെ ചോദ്യവും ഉത്തരവും ഒക്കെ ആവാം. എനിക്കറിയാവുന്നത് ഞാനും പറയാം. അങ്ങനെ റമദാൻ തീരുമ്പോഴേക്ക് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് പറയാൻ പറ്റുമെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്.